മാർവലിൻ്റെ ഏറ്റവും പുതിയ മിനി സീരീസാണ്. 5 എപ്പിസോഡാണ് ഈ ഒരു സീരീസിനുള്ളത്. അതിൽ ഫസ്റ്റ് എപ്പിസോഡ് മാത്രം ഒരു 48 മിനിറ്റ്സ് ഉണ്ട്. ബാക്കിയെല്ലാം യൂഷ്വൽ മാർവൽ സീരീസ് പോലെ അരമണിക്കൂർ റൺ ടൈം ഉള്ള എപ്പിസോഡുകളാണ്. അപ്പം ഈ ഒരു സീരീസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു എക്കോ എന്ന് പറയുന്നത്, മായ ലോപ്പസിൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ്. ഒറിജിൻ സ്റ്റോറി എന്ന് നമ്മൾ യൂഷ്വലി കാണുന്ന ഒറിജിൻ സ്റ്റോറി അല്ല. നമുക്ക് മായ ലോപ്പസ് ആരാണെന്ന് അറിയാം, മായ ലോപ്പസിൻ്റെ പവറുകൾ എന്താണെന്ന് അറിയാം. പക്ഷേ അതിനപ്പുറം മായ ലോപ്പസിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, ആ മായ ലോപ്പസ് ഏത് ട്രൈബിൽ നിന്നാണ് വന്നത്, മായ ലോപ്പസിൻ്റെ ഒറിജിനൽ പവേഴ്സ് എന്തൊക്കെയാണ്, അതായത് ഒരു യൂഷ്വൽ അസാസിനിൽ ഉപരി അതിനേക്കാൾ വലിയൊരു പവർ മായ ലോപ്പസിനുണ്ട്. ഈ എക്കോ എന്നുള്ള പേരിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീരീസ് തുടങ്ങുന്നത് ഹോക്കൈ അവസാനിക്കുന്നത്, അതായത് മായ ലോപ്പസ് കിങ്പിനെ ഫേസിലി ഷൂട്ട് ചെയ്തതിന് ശേഷമുള്ള സ്റ്റോറിയാണ്. അതിനുശേഷം മായ ആ ഒരു ഒക്ലഹോമയിലേക്ക്, അതായത് ഹോമിലേക്ക് തിരിച്ചു പോകുന്നു, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്, അതായത് കിങ്പിൻ ചത്തല്ലോ, അപ്പം അടുത്ത ആൾക്കാരെ ആവാതിരിക്കാൻ വേണ്ടി, അതായത് ക്യൂവിനാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻ്റർ ഗ്യാങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റൂട്ട്, അതായത് മായ ലോപ്പസിൻ്റെ റൂട്ട് എന്താണ്, മായ ലോപ്പസ് ആരാണ്, ആ ഒരു സോഴ്സ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മായ ലോപ്പസ് അറിയുന്നു. അങ്ങനെ ചെറിയ വിഷൻസ് ഒക്കെ വരുന്നു. അതിനുശേഷം ആ ഒരു കിങ്പിൻ മരിച്ചിട്ടില്ല എന്ന് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. ഡെവിൾസ് കിച്ചണിൽ അങ്ങനെ ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കിങ്പിൻ തിരിച്ചു വരുന്നു. മായ ലോപ്പസിൻ്റെ അടുത്ത് ആ ഒരു വേണമെങ്കിൽ ഈ ഒരു ഫുൾ എൻ്റെ കിങ്ഡം തന്നേക്കാം, കുഴപ്പമില്ല, നീ എന്നോട് വരുമെന്ന് പറയുന്നു. അത് റിജക്റ്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് കിങ്പിൻ അറിയാലോ, ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു സ്റ്റോറി എങ്ങനെ പോകുന്നു, അപ്പം മായ എന്താണ് ചെയ്യാൻ പോകുന്നത്, എക്കോ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മായ ലോപ്പസായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ് ആക്ച്വലി ഡെഫാണ്, റിയാലിറ്റിയിൽ ഡെഫാണ്. അതുകൊണ്ട് തന്നെ അതൊരു മാർവലിൻ്റെ സൈഡിൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അതേപോലെ ഇത്രയും ഒരു വലിയൊരു ക്യാരക്ടർ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ, ഒരു സൂപ്പർ ഹീറോ റോളിലേക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ അത് അത്രയും വലിയൊരു സാധനമാണ്. അങ്ങനെ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സീരീസ് നമ്മൾ ലോക്കി കണ്ടതിന് ശേഷം ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് ലോക്കിയോടൊപ്പം ഒന്നും വരില്ല. ഒരു ആവറേജ് നിൽക്കുന്ന വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന, അതായത് വലിയ VFX കാര്യങ്ങളൊന്നുമില്ല. യൂഷ്വലി നമ്മൾ നമ്മുടെ ഡയറോളൊക്കെ കാണുന്ന ഒരു ഡ്രാമാറ്റിക് മോഡിൽ പോകുന്ന ഒരു സീരീസാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ എല്ലാ ഫാൻസിനും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വലിയ ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിനകത്ത് ഹോക്കയെ കാണിക്കുന്നുണ്ട്, നമ്മളുടെ ഡെയർ ഡെവിളിനെ കാണിക്കുന്നുണ്ട്. ഡെയർ ഡെവിളിനെ കാണിക്കുന്നത് ആദ്യം അറിയായിരുന്നു, പക്ഷേ ഒരു 30 to 40 സെക്കൻഡ്സ് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ വർത്തായിരുന്നു. അതായത് ചാലകോസിന് ഇത് കാണാൻ പോലും, മുഖം കാണാനുള്ള സമയം പോലും തന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സീരീസ് തുടങ്ങുന്നത് ഇതിനകത്ത് ഈ മായയുടെ പാസ്റ്റ് കാണിക്കണം, പ്രസൻറ്റും കാണിക്കണം. അപ്പം ആദ്യം കാണിക്കുന്ന കുറച്ച് സീൻസ്, ഒരു അരമണിക്കൂർ മായ ഇതുവരെ എങ്ങനെ എത്തി എന്നുള്ളതൊക്കെയാണ് കാണിച്ചു പോകുന്നതും. മായയുടെ പാസ്റ്റ് എങ്ങനെയാണ്, മായയുടെ വീട് എവിടെയായിരുന്നു, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, ഫാമിലി ഏത് ട്രൈബിൽ നിന്ന്, ആ ഒരു ട്രൈബൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഒരു ട്രൈബിൻ്റെ പവർ എന്താണ്, അവർ വേറൊരു വേൾഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അതായത് ഹ്യൂമൻസ് ആയിരുന്നില്ല, അവർ ഇവിടെ വന്നിട്ട് ഹ്യൂമൻ ആയതാണ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു 5 എപ്പിസോഡുള്ളെങ്കിലും നമുക്ക് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു 2.5 hours തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 3.5 hours തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ആദ്യത്തെ ഒരു എപ്പിസോഡ് മാത്രമേ ലെങ്തി ആയിട്ടുള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ക്രെഡിറ്റ് സീനുണ്ട്, ലാസ്റ്റ് എപ്പിസോഡിൽ ക്രെഡിറ്റ് സീനുണ്ട്. ഞാൻ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഞാനത് പോയി നോക്കിയത്. അതായത് കിങ്പിൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലൈമാക്സിലൊക്കെ ഒരു അടിപൊളി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 minutes എന്തോ ഉള്ളൂ, 2 minutes തന്നെ കഷ്ടമാണ്. പക്ഷെ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലി കാണാറുള്ള ആ ഒരു മാർവൽ ട്രാപ്പ് ഇതിനകത്തില്ല. കുറച്ചുകൂടെ ഡ്രാമ മോഡിൽ പോകുന്നൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ മാർവലിൻ്റെ ഈ ഒരു ഫേസിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല സീരീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും എക്കോ. പിന്നെ അടുത്ത ഇനി വരാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് സീസണിനെ പറ്റിയിട്ടൊന്നും ആരും പറയേണ്ടൊന്നുമില്ല. എന്തായാലും ഫസ്റ്റ് സീസൺ അത് കണ്ടു തീർത്തപ്പം ഒരു ആവറേജ് അനുഭവം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു ലോക്കി അനുഭവം ഒന്നും കിട്ടത്തില്ല, എങ്കിലും ഒരു ആവറേജ് അനുഭവം കിട്ടുന്ന ഒരു സീരീസാണ് എക്കോ.